കരുനാഗപ്പള്ളിയിലെ ചെറിയഴീക്കൽ കടപ്പുറത്താണ് ഈ കണ്ടെയ്നർ ഇന്നലെ രാത്രിയോടെ വന്നടിഞ്ഞത്. വലിയ ശബ്ദം കേട്ട്, അസാധാരണമായ ശബ്ദം കേട്ട് അവിടെ പരിസരത്തുള്ള വീട്ടുകാർ നോക്കുമ്പോൾ കണ്ടെയ്നറാണെന്ന് അറിഞ്ഞു. അപ്പോൾ തന്നെ വിവരം അറിയിക്കുന്നു. പഞ്ചായത്ത് അധികൃതരും സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് എത്തുന്നു. അതിൻ്റെ വാതിൽ തുറന്ന നിലയിലാണ്, ശൂന്യമാണ് കണ്ടെയ്നർ എന്ന് തിരിച്ചറിയുന്നു. എങ്കിൽ പോലും 5ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ടെങ്കിൽ പോലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഇല്ല എന്നാണ് അറിയിക്കുന്നത്. കണ്ടെയ്നർ ഈ കടൽ തീരത്ത് ഉറച്ച നിലയിലാണ് ഇപ്പോഴുള്ളത്. പക്ഷേ കടൽ കയറി വന്നാൽ, കടൽ കയറ്റം രൂക്ഷമായാൽ പിന്നെ വീണ്ടും കണ്ടെയ്നർ കടലിലേക്ക് തന്നെ തിരികെ ഒഴുകാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇനി കണ്ടെയ്നർ അവിടെ നിന്ന് മാറ്റുക എന്നുള്ള ജോലിയാണുള്ളത്. അതിനായി കസ്റ്റംസ് ഉൾപ്പെടെയുള്ള അധികൃതർ അവിടെ എത്തേണ്ടതുണ്ട്. ജില്ലാ കളക്ടറും ഉടൻ തന്നെ സ്ഥലത്തെത്തും എന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ തന്നെ ഇന്നലെ രാത്രി പ്രദേശവാസികൾ വിളിച്ചറിയിച്ചപ്പോൾ തന്നെ അവിടെ എത്തി വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പ്രദേശത്തുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ട കരുതൽ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ഭയപ്പെടാൻ ഒരു സാഹചര്യമില്ലാത്തതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ളവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വന്നു. വലിയ ശബ്ദമായിരുന്നത് കൊണ്ട് തന്നെ സാധാരണ കടലിൽ നിന്ന് കേൾക്കുന്ന ഏത് ശബ്ദവും അവിടെയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും. വലിയ ശബ്ദമായതുകൊണ്ട് തന്നെ നോക്കുമ്പോഴാണ് പിന്നെ കണ്ടെയ്നറുകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ടെന്നും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ളതും അവർ അറിഞ്ഞിരുന്നു. അപ്പോൾ കണ്ടെയ്നർ എത്തിയതോടെ ചെറിയൊരു ആശങ്ക അവിടെ ഉണ്ടായി. കാരണം അപകടകരമായ വസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങളും ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ആ കടൽ തീരത്തില്ല. ചെറിയഴീക്കലിലെ കടൽ തീരത്ത് കണ്ടെയ്നർ ഉറച്ച് കിടക്കുന്ന, ആ കണ്ടെയ്നർ തീരത്തടിഞ്ഞ് ഉറച്ച് കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സുജിത് സുരേന്ദ്രനാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുജിത്ത്, അടുത്ത നടപടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ കണ്ടെയ്നറുകളാണ്. കടലിൻ്റെ നിയമങ്ങൾ അത് വ്യത്യസ്തമാണ്. കസ്റ്റംസ് ഉണ്ടാകണം, കോസ്റ്റ് ഗാർഡ് ഉണ്ടാകണം. ആ രീതിയിൽ അതും നീക്കം ചെയ്യണമെങ്കിൽ സാധാരണ ഒരു വാഹനം അല്ലെങ്കിൽ ആ രീതിയിൽ കരയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയല്ല. കടലുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിയമ നടപടികൾ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ അവരെല്ലാവരും എത്തുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ട്. സുജിത്ത് പറഞ്ഞ ഒരു കാര്യം ഏറ്റവും പ്രധാനമാണ്. മഴക്കാലമാണ്, കടൽ എപ്പോഴാണ് ക്ഷോഭിക്കുക എന്നറിയില്ല. കടൽ തീരത്തേക്ക് കയറി വരാനുള്ളൊരു സാധ്യത നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ്. ഓരോ കടൽ തീരത്തുമുള്ളവർ എത്ര ജാഗ്രതയോടെയാണ് ഓരോ മഴക്കാലവും കഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ ശക്തമായ മഴ 3-4 ദിവസമായി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കണ്ടെയ്നർ മാറ്റുക, അതിനു തന്നെയാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതേ സ്മിത, എത്രയും വേഗം ഇതിവിടെ നിന്നും മാറ്റുക, ആളുകളുടെ ആശങ്ക അകറ്റുക എന്നുള്ളതാണ് പ്രധാനം. അതിനുള്ള ശ്രമങ്ങളാണ് അധികൃതർ നടത്തുന്നത്. ഇന്നലെ രാത്രിയിൽ തന്നെ അതിനുള്ള അടിയന്തര യോഗങ്ങളും തീരുമാനങ്ങളും അധികൃതർ കൈക്കൊള്ളുകയായിരുന്നു. പഞ്ചായത്ത്, ജില്ലാ ഭരണകൂടം, അതുപോലെ തന്നെ പോലീസ് ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് ഇന്നലെ രാത്രിയിൽ തന്നെ ഇവിടെ എത്തി അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി. എത്രയും പെട്ടെന്ന് രാവിലെ തന്നെ അധികൃതരൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നതിനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഇത് നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഊർജിതമാക്കിയിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവർ ഏതാണ്ട് 30 പേരാണ് ഇന്നലെ ഉറക്കമിളച്ച് ഇതിന് കാവലിരിക്കുകയായിരുന്നു. ഈ പ്രദേശത്തെ ആളുകളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി അവരെ കൃത്യമായി മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒക്കെയായി ഇവർ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഇതിന് സമീപം ആരും തന്നെ ഇതിന്റെ അടുക്കിലേക്ക് എത്താനുള്ള ഒരു സൗകര്യങ്ങൾ, സുരക്ഷ ഒക്കെ തന്നെ ഈ പോലീസ് ഒരുക്കുകയായിരുന്നു. കാരണം ഈ കടലോര മേഖലയാണ്, തീരദേശവാസികൾ നിരവധിയുള്ള സ്ഥലമാണ്, അവർക്ക് കടലിന് സുപരിചിതമാണ്. അപ്പോൾ അവർ കടലിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അവർക്ക് കടലിന്റെ ഓരോ ചലനവും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ തീരദേശവാസികൾ. അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലും തരത്തിൽ കടലിലേക്ക് പോവുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള അത്യാഹിതങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാനോ പാടില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനമായിരുന്നു. അത് തന്നെയാണ് ഇവരുടെ കമ്മീഷണർ ഉൾപ്പെടെ പോലീസുകാർക്ക് നൽകിയിരുന്നത്. ഒരു കാരണവശാലും ആളുകൾ കടലിലേക്ക് ഇറങ്ങരുത്, അതുപോലെ പ്രദേശവാസികൾ പാനിക് ആകാൻ പാടില്ല. അതാണ് ഇന്ന് ഏറ്റവും പ്രധാനം. ആളുകളെ ഭീതി നിറയ്ക്കരുത് എന്നുള്ളതായിരുന്നു. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. സുജി സുരേന്ദ്രനാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് ഈ കണ്ടെയ്നർ ചെറിയഴീക്കൽ തീരത്തടിഞ്ഞത്. പ്രദേശവാസികൾ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് നോക്കുമ്പോൾ അത് കണ്ടെയ്നർ ആണെന്ന് അറിയുന്നു. കണ്ടെയ്നറിനകം ശൂന്യമാണെന്ന് അറിഞ്ഞതോടെ അധികൃതർ വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കണ്ടെയ്നർ അവിടെ നിന്ന് നീക്കം ചെയ്യണം. അതിനുള്ള നടപടികളാണ് ഏറ്റവും പ്രധാനമായുള്ളത്. അല്പസമയത്തിനകം തന്നെ അതിനുള്ള നടപടികൾ തുടങ്ങും എന്നാണ് സുജിത് സുരേന്ദ്രൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.